നമസ്കാരം. റേഡിയോ മുക്കം സ്പെഷ്യൽ സ്റ്റോറി. നമ്മളെന്താ ഇങ്ങനെ? റോഡിലൊരു വാഹനം അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ലാതെ, മനസാക്ഷിയുടെ ഒരംശം പോലുമില്ലാതെ പലരും എങ്ങോട്ടാണ് ഈ പാഞ്ഞു പോകുന്നത്? നാളെ ഈ ഗതി ആർക്കും സംഭവിക്കാമെന്നറിയാതെ വിഡ്ഢിവേഷം കെട്ടുന്ന ഡ്രൈവർമാരായി പലരും മാറുന്നുണ്ടോ? അതിലും അപ്പുറം ഇത്തിരി മനുഷ്യപ്പറ്റെങ്കിലും കാണിക്കേണ്ടേ? പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം മാമ്പറ്റയിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടാണ്. രാത്രി നടന്ന അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് നടുക്കം തോന്നിയത്. വെസ്റ്റ് മണാശ്ശേരി സ്വദേശി ഓടിച്ചിരുന്ന ഇരുചക്രവാഹനം മുന്നിലുണ്ടായിരുന്ന ലോറിയുടെ പിറകു വശത്തിടിക്കുന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ ലോറിക്കാരൻ കടന്നുപോകുന്നു. ശേഷം റോഡിൽ വീണുകിടക്കുന്ന സ്കൂട്ടർ യാത്രികനെ തിരിഞ്ഞുപോലും നോക്കാതെ കടന്നുപോകുന്ന മറ്റു വാഹനങ്ങൾ, അതും നമ്മുടെ മുക്കത്തിന് സമീപം. ഏതു പാതിരാത്രിയിലും വിളിപ്പുറത്തുള്ള സന്നദ്ധ സംഘടനകളും രക്ഷാപ്രവർത്തകരും നിരവധിയുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരം ഘട്ടങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഔദ്യോഗിക സംവിധാനങ്ങളുള്ള മുക്കത്തിൻ്റെ മണ്ണിൽ ഇത്തരം മനോഭാവമുള്ള ആളുകൾ വാഹനമോടിക്കുന്നത് തുടരുന്നതിൽ ആശങ്കപ്പെട്ടേ മതിയാകൂ. ഒരപകടം കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇത്തരക്കാർക്ക് എത്രയെത്ര കാരണങ്ങളാണ് പറയാനുണ്ടാവുക? അതൊക്കെ മറ്റൊരാളുടെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കുന്നതിന് പകരമാവുമോ? രാത്രിയായതുകൊണ്ട് മദ്യപിച്ചിട്ടുണ്ടാകുമോ എന്ന ഭയം, കേസുമായി ബന്ധപ്പെട്ട നൂലാമാലയിൽ പെടുമോ എന്ന ആശങ്ക തുടങ്ങി പല കാരണങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒഴിഞ്ഞു മാറാനുള്ള എന്തെല്ലാം സാധ്യതകൾ! ഇതൊന്നും പരിഗണിക്കാതെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേരുള്ള നമ്മുടെ നാട്ടിൽ ഇനിയും ഇത്തരം മോശം അനുഭവം ഉണ്ടായിക്കൂടാ. കുറച്ച് ദിവസം മുൻപ് പട്ടാപകൽ മണാശ്ശേരിക്കു സമീപം കരിയാകുളങ്ങരയിൽ അപകടത്തിൽപ്പെട്ട് കൃത്യസമയത്ത് വാഹനം കിട്ടാത്തതിൻ്റെ പേരിൽ ഉമ്മ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഇനി ഇത്തരം സംഭവം നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ അന്ന് നാം നടത്തിയ ചർച്ചകളും പരിഹാര മാർഗങ്ങളും മണ്ണടിയും മുൻപേ ദാ ഇപ്പോൾ മറ്റൊന്നുകൂടി. ഗുരുതര പരിക്കുപറ്റിയ ആ സ്കൂട്ടർ യാത്രികൻ ഉടൻ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും നിരത്തുകളിൽ ജീവിതം പൊലിയുന്നവരുടെ എണ്ണം കൂടുതലാണെന്ന് നാം കണക്കുകൾ നിരത്തി പറയും. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ഏത് സമയത്തും ആർക്കും അപകടം പറ്റാവുന്ന കാര്യം നാം മറന്നുകൂടാ. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന ബോധ്യത്തിൽ റോഡിൽ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാൻ വൈകരുത്. കൺമുന്നിൽ കാണുന്ന അപകടത്തിൽ നിന്ന് കാരണം കണ്ടെത്തി ഒഴിഞ്ഞു മാറുന്നതിലല്ല, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കണം. മനുഷ്യപ്പറ്റില്ലാതെ ഇതെല്ലാം കണ്ടിട്ടും കാണാതിരിക്കുന്നതെങ്ങനെ? ഒന്നിനും പറ്റിയില്ലെങ്കിൽ അധികൃതരെയോ രക്ഷാപ്രവർത്തകരെയോ ഉടൻ വിവരമറിയിച്ച് ജീവൻ രക്ഷിക്കാനുള്ള ഇടപെടലെങ്കിലും നടത്തേണ്ടേ? എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് സങ്കടപ്പെടുന്നതിനേക്കാൾ നമുക്ക് കഴിയും വിധം ഇടപെട്ടാൽ അത്രയെങ്കിലും ആശ്വാസം ലഭിക്കില്ലേ? രക്ഷാപ്രവർത്തനം വൈകിയതിൻ്റെ പേരിൽ ഒരാളും ഇനി മരണത്തിന് കീഴടങ്ങാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുക. കണ്ണിൽ ചോര എന്നല്ല, കണ്ണടയ്ക്കാത്ത പരിഗണനയെങ്കിലും ഉണ്ടാവട്ടെ. റേഡിയോ മുക്കം.